വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ എത്ര യാന്ത്രികമായിട്ടാണല്ലേ ജീവിക്കുന്നത്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളെ AI അല്ലെങ്കിൽ ടെക്നോളജി നമ്മളെ ഒരു തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. എന്താണല്ലേ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് നമുക്ക് ഗുണമാണ്, അതുപോലെ തന്നെ ബെയിനുമാണ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം അതുപോലെ രാവിലെ എഴുന്നേറ്റു, ചായ ഇട്ട് നേരെ ഗാർഡനിലേക്ക്, വെജിറ്റബിൾ ഗാർഡനിലേക്ക് പാകിയിട്ടുള്ള ഓരോ വിത്തുകളൊക്കെ മുളപൊട്ടി വരാൻ തുടങ്ങി കേട്ടോ. മൾബറി ഇത്തിരി ഡള്ളാണ്, മേ ബി പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളരെയായിരിക്കും. നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് കുക്കുംബർ ഉണ്ട്, ചില്ലി, അതുപോലെ തന്നെ ചീര, വെണ്ടയ്ക്ക, തക്കാളി ഒക്കെയാണ്. എൻ്റെ കൂടെ ഗാർഡനിലേക്ക് ഞാൻ എപ്പോഴും ഇറങ്ങുമ്പോൾ ഒരാളും കൂടെ വരാറുണ്ട്, നമ്മുടെ മിയാക്കുട്ടിയാണ്. അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗാർഡനിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ക്രാബ് റോസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ മമ്മീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി. ബീഫ് റോസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഓവർനൈറ്റ് ഓട്സ്. നാളെ തൊട്ട് വലിയ കാര്യത്തിൽ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷെ നമ്മുടെ മമ്മി സമ്മതിക്കുമോ? അതില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു മിഡ് ഡേ സ്നാക്ക് പോലെയാണ് ഈ ഓവർനൈറ്റ് ഓട്സ് എടുത്തത്. സംഭവം കൊള്ളാം, എനിക്കിഷ്ടമായിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കി നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. നല്ല ഗീ റൈസും ബീഫ് റോസ്റ്റും പപ്പടവും പരിപ്പും ഒക്കെ ആയിട്ട് കഴിച്ചപ്പോൾ ആഹാ, എന്താ ഒരു സുഖം. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി, വേറെ എവിടേക്കല്ല, എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസിലേക്കാണ് പോയത്. പ്ലാന്റ് ഷോപ്പിലേക്കാണ്. കുറേയധികം വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. കലാഞ്ചേരി ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റോസ്, സൺഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സും സീസണൽ പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്രൂട്ടിങ് ട്രീസാണ് കുറേയധികം കാണാനായിട്ട് പറ്റിയത്. എനിക്ക് ഈ പ്ലാന്റ് നഴ്സറി വിസിറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കുറേ എടുത്തില്ലെങ്കിലും അവിടെ പോയി ഓരോ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് നോക്കി ഫ്ലവർ ചെയ്യുന്നതൊക്കെ നോക്കി സന്തോഷിക്കും. അത്ര പ്ലാന്റ് ഹോളിക്കാണ് ഞാൻ. പ്ലാന്റ്സ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ക്രേസ് തന്നെയാണ്. അപ്പം ഞാൻ കുറേയൊക്കെ അവിടെ കറങ്ങി കണ്ടു. ഇഷ്ടമായ കുറച്ചധികം പ്ലാന്റ്സ് ഞാൻ എടുത്തിട്ട് ഞാൻ ഏതൊക്കെ പ്ലാന്റ്സാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വ്ലോഗായിട്ട് ഇടാം. പ്ലാൻ പർച്ചേസൊക്കെ ഞങ്ങൾ നേരെ പോയത് ബോംബെ ദർബാറിലാട്ടോ. അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളി ഫുഡാണ്. ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് കെബാബാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബട്ടർ നാനും തന്തൂരി ഗ്രേവി വരുന്ന ഒരു ചിക്കൻ്റെ ഒരു കറിയും പിന്നെ ബട്ടർ ചിക്കനും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. എല്ലാം ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും വർത്ത് ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. ആ ബട്ടർ ചിക്കൻ ആണെങ്കിലും തന്തൂരിയുടെ കറിയാണെങ്കിലും നല്ലതായിരുന്നു. നല്ല വെൽ കുക്ക്ഡായിട്ടുള്ള ചിക്കനൊക്കെ ആയിരുന്നു. പിന്നെ ബട്ടർ ഞാൻ പറയാതിരിക്കാനേ വയ്യ, അപാരം ടേസ്റ്റ്. ഞാൻ ഇത്ര നല്ല ഫുഡ് ഈ അടുത്തിട്ടൊന്നും കഴിച്ചിട്ടില്ല. എനിക്കിപ്പോൾ പറയുമ്പോഴും വായിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നത്തെ വിശേഷം. ഇഫ് യു റിയലി എൻജോയ്ഡ് മൈ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഇന്നർ മോണോലോഗ്.